ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7-ലെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, 2 and 3 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4, 5 and 6 ഇവിടെ ചെയ്യാം കേട്ടോ. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ വീഡിയോയും എക്സാമ്പിൾ സൊല്യൂഷനൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണണം. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് സോൾവ് ചെയ്യാം. ഐഡൻറ്റിഫൈ ദ ഗ്രേറ്റർ നമ്പർ വെയർ എവർ പോസിബിൾ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇവിടെ തന്നിട്ടുള്ള ഓരോന്നിലും ഏതാണ് ഗ്രേറ്റർ നമ്പർ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഇവിടെ 4⁻³ or 3⁻4 എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 4⁻³ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. 4 ആണ് അല്ലേ. അതുപോലെ 3⁻4 നോക്കാം. 3 4 into 4 is 16. 16 into 4, 6 4s are 24. 4 here, 2 up. 1 4 is 4. 4 plus 2 is 6. അപ്പോൾ നമുക്കിവിടെ 64 എന്നാണ് കിട്ടുന്നത്. 3⁻4 നമുക്ക് ചെയ്ത് നോക്കാം. 3 into 3 9. 9 into 3 27. 27 into 3 is 81. ഇവിടെ നോക്കൂ, 64 ആണോ 81 ആണോ ഗ്രേറ്റർ നമ്പർ? 81 അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, സിൻസ് 81 ഈസ് ഗ്രേറ്റർ ദാൻ 64, therefore 3⁻4 ഈസ് ഗ്രേറ്റർ ദാൻ 4⁻3. മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് 4⁻3-ഉം 3⁻4-ഉമാണ്. ഇവിടെ ബേസ് 4-ഉം പവർ 3-ഉം ആയിരുന്നു. ഇവിടെ ബേസ് 3-ഉം പവർ 4-ഉം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ബേസ് ചെറുതും പവർ വലുതുമായിട്ടുള്ള നമ്പറാണ് ഗ്രേറ്റർ ആയിട്ട് നമുക്ക് കിട്ടിയത് അല്ലേ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 5⁻3 or 3⁻5 ആണല്ലോ. 5⁻3 എന്ന് പറഞ്ഞാൽ 5 into 5 into 5. അതുപോലെ തന്നെ 3⁻5 എന്ന് വെച്ചാൽ 3 into 3 into 3 into 3 into 3. 5 into 5 25. 25 into 5 is 125. അതുപോലെ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3 into 3 9 ആണ്. 3 into 3 9 ആണ്. 9 into 9 81. 81 into 3 ചെയ്ത് നോക്കിയാൽ മതി. 81 into 3. 1 into 3 is 3. 8 3s are 24. അപ്പോൾ നമുക്ക് 243 എന്നാണ് ആൻസർ കിട്ടുന്നത്. എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ആദ്യം ഈ 2 3s കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, അത് 9 ആണ്. ഈ 2 3യും കൂടി മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ നമുക്ക് 9 കിട്ടി. പിന്നെ 9ഉം 9ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 81 കിട്ടി. ആ 81 ആയിട്ട് നമ്മൾ ഈ 3നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 243 എന്ന് കിട്ടി. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഇത്തിരി കൂടി ഈസി ആവും അല്ലേ എങ്ങനെ ചെയ്യുമ്പോൾ. ഇവിടെ നമുക്ക് 125ഉം 243 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം, സിൻസ് 243 is greater than 125, therefore 3⁻5 is greater than 5⁻3. ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബേസ് ചെറുതും പവർ വലുതും ആയിട്ടുള്ള നമ്പറാണ് ഗ്രേറ്റർ ആയത് അല്ലേ. 4-നേക്കാൾ ചെറുതായിരുന്നു 3. 3യുടെ പവർ ആയിരുന്നു ഗ്രേറ്റർ നമ്പറായിട്ട് വന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ഇവിടെ ബേസ് 3 ആണ്, ഇവിടെ ബേസ് 5 ആണ്. 3 5-നേക്കാൾ ചെറുതാണ്, പക്ഷെ പവർ 3യുടേതായിരുന്നു കൂടുതൽ വന്നത്. അപ്പോൾ നമ്മളത് സോൾവ് ചെയ്തപ്പോൾ 3⁻5 ആണ് ഗ്രേറ്റർ നമ്പറായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാലോ. ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ബേസ് ചെറുതും പവർ വലുതുമായിട്ടുള്ളതായിരിക്കും വലിയ നമ്പറായിട്ട് വരുന്നത്, ഗ്രേറ്റർ നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് MCQനൊക്കെ ഇങ്ങനെ കാൽക്കുലേഷൻ ഒന്നും വേണ്ടല്ലോ, നേരെ ആൻസർ എഴുതാനായിട്ട് നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്യാലോ. 4⁻3 or 3⁻4 ഇതിൽ ഏതാണ് ഗ്രേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ചെറിയ ബേസും വലിയ പവറും ഏതിനാണെന്ന് നോക്കും. ഇവിടെ ചെറിയ ബേസ് 3 ആണ്, പവർ 4 ആണ് വലുത്, അതാണ് ഗ്രേറ്റർ. നമ്മുടെ ആൻസർ അങ്ങനെ തന്നെ അല്ലേ കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടെ നോക്കാം, 5⁻3 or 3⁻5 വിച്ച് ഈസ് ഗ്രേറ്റർ. നമുക്കിത് നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റും 3⁻5 ഈസ് ഗ്രേറ്റർ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാലോ. ഇങ്ങനെ കാൽക്കുലേഷൻസ് ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ഇനി. 2⁸8 or 8⁻2 വിച്ച് ഈസ് ഗ്രേറ്റർ. ഇവിടെ ഏതാണ് ബേസ് ചെറിയ നമ്പറായിട്ട് വന്നിട്ടുള്ളത്? 2 ആണ്. പവർ നോക്കൂ,
ഇവിടെ 2⁸ എന്ന പവറാണ് വലുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2⁸ ഈസ് ഗ്രേറ്റർ ദാൻ 8⁻². എന്താ എഴുതാം അല്ലേ? അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. 2⁸ എന്ന് പറയുമ്പോൾ 2 × 2 × 2 × 2 × 2 × 2 × 2 × 2. 2 × 2 4, 2 × 2 4, 2 × 2 4, 2 × 2 4. 4 × 4 is 16. 4 × 4 is 16. 16 × 16 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 6 × 6 is 36. 6 here, 3 up. 1 × 6 is 6. 6 plus 3 is 9. 1 × 6 is 6. 1 × 1 is 1. 6. 9 plus 6 is 15. 5 here, 1 up. 1 plus 1 is 2. 256 എന്ന് കിട്ടുന്നുണ്ട്. ഇനി 8² നോക്കാം. 8 × 8 ആണ്, അത് 64 ആണ്. അപ്പോൾ 256 ഈസ് ഗ്രേറ്റർ ദാൻ 64 എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 100² or 2⁻100 വിച്ച് ഈസ് ഗ്രേറ്റർ? നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. 100² എന്ന് പറയുമ്പോൾ ഇവിടെ 100 വലുത്, 2⁻100 എന്ന് പറയുമ്പോൾ 2 ആണ് ചെറിയ നമ്പർ. പക്ഷെ പവർ ഏതിൻ്റെയാണ് വലുത്? 2-ൻ്റെ പവർ 100 ആണ് അല്ലേ? അപ്പോൾ നമ്മളിത് 100 × 2 എഴുതി മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് നേരെ എഴുതാം. 2⁻100 ഈസ് ഗ്രേറ്റർ ദാൻ 100⁻2. ഈ പറഞ്ഞതെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2⁻10 ആണോ 10⁻2 ആണോ വലുത്? ബേസ് ചെറുതും പവർ വലുതും ആയിട്ടുള്ളത് 2⁻10 അപ്പോൾ നമുക്ക് എഴുതാം 2⁻10 ഈസ് ഗ്രേറ്റർ ദാൻ 10⁻2. ഇതുപോലെയുള്ള ഒരു പാറ്റേണിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാനുള്ള ട്രിക്കാണ് ഇപ്പോൾ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ദെയർ പ്രൈം. അപ്പോൾ നമ്മൾ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രൈം നമ്പേഴ്സിന്റെ പവർ ആയിട്ട് വേണം ഇതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. 648 അല്ലേ ഫസ്റ്റ് തന്നിട്ടുള്ളത് നമുക്ക്. ഇത് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ 2 ആയിട്ടാണ് ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 6-ൽ 2 3 ടൈംസ്, 3 2s are 6. 4-ൽ 2 2 ടൈംസ്, 8-ൽ 2 4 ടൈംസ്. ഇനി അടുത്തത് 2 ആയിട്ട് തന്നെ ചെയ്യാം. 3-ൽ 2 1 ടൈം 1 ബാലൻസ്. 12-ൽ 2 6 ടൈംസ്. 4-ൽ 2 2 ടൈംസ്. വീണ്ടും 2 ആയിട്ട് തന്നെ ചെയ്യാം. 16-ൽ 2 8 ടൈംസ്. 2-ൽ 2 1 ടൈം. ഇപ്പോൾ ഇത് ഓഡ് നമ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 3 ആയിട്ട് പറ്റുമോ നമുക്ക് നോക്കണം. 3 ആയിട്ട് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? 8ഉം 1ഉം കൂടെ ആഡ് ചെയ്ത് നോക്കാം. 8 + 1 is 9. 9 3യുടെ ടേബിളിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് 3 ആയിട്ട് പറ്റും. 8-ൽ 3 2 ടൈംസ് ആണ്, 2 ബാലൻസ്. 3 2s are 6, പിന്നെ 7 8 2 ബാലൻസ്. 21-ൽ 3 7 ടൈംസ്. വീണ്ടും ഓഡ് നമ്പർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. 2 + 7 9 ആണ്. 9 3യുടെ ടേബിളിലുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് 3 ആയിട്ട് തന്നെ ചെയ്യാം. 27-ൽ 3 9 ടൈംസ്. 9-ൽ 3 3 ടൈംസ്. 3-ൽ 3 1 ടൈം. അപ്പോൾ 648 ഈക്വൽസ് ടു, ഇവിടെ എത്ര 2s ഉണ്ട്? 1 2 3. അതുകൊണ്ട് എഴുതാം 2 × 2 × 2 1 2 3 4 4 3s ഉണ്ട്. 3 × 3 × 3 × 3. ഇനി ഇത് നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ പവറായിട്ട് എഴുതി കൊടുക്കാം. 3 2s ആണല്ലോ. 2⁻3 × 3⁻4. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത് നമുക്ക് ചെയ്ത് നോക്കാം. 405 ഫാക്ടറൈസ് ചെയ്യാം. 4 + 0 + 5 is 9. 9 3യുടെ ടേബിളിലുണ്ട്. 3 ആയിട്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 4-ൽ 3 1 ടൈം 1 ബാലൻസ്. 10-ൽ 3 3 ടൈംസ് 1 ബാലൻസ്. 15-ൽ 3 5 ടൈംസ്. ഇനിയും നമുക്ക് 1 + 3 is 4, 4 + 5 is 9. അപ്പോൾ 3 ആയിട്ട് തന്നെ പറ്റും നമുക്ക്. 13-ൽ 3 4 ടൈംസ് 1 ബാലൻസ്. 15-ൽ 3 5 ടൈംസ്. വീണ്ടും നമുക്ക് 3 ആയിട്ട് തന്നെ ചെയ്യാം. 4-ൽ 3 1 ടൈം 1 ബാലൻസ്. 15-ൽ 3 5 ടൈംസ്.
വീണ്ടും 3 ആയിട്ട് തന്നെ ചെയ്യാം. 15ൽ 3 5 ടൈംസ്. ഇനി നമുക്ക് 5 ആയിട്ട് ചെയ്യാം. 5ൽ 5 1 ടൈം. നമുക്കിത് 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് എഴുതാം. ഇനി നമുക്ക് എക്സ്പോണൻസ് ഫോമിൽ എഴുതാനായിട്ട് 3 റേസ് ടു 4 ഇൻറ്റു 5 എന്ന് എഴുതാം. ഇനി 540 ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ഈവൻ നമ്പറാണ്, അപ്പോൾ 2 ആയിട്ട് തന്നെ ചെയ്യാം. 5ൽ 2 ടൈംസ് 1 ബാലൻസ്. 14ൽ 2 7 ടൈംസ്. ഈ 0 ഇങ്ങോട്ട് താഴോട്ട് എഴുതാം. ഇനിയും 2 ആയിട്ട് തന്നെ ചെയ്യാം. 2ൽ 2 1 ടൈം. 7ൽ 2 3 ടൈംസ് 1 ബാലൻസ്. 10ൽ 2 5 ടൈംസ്. ഇപ്പോൾ ഓഡ് നമ്പറാണ്, ഇനി 2 ആയിട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് 3 ആയിട്ട് ചെയ്യാം. 13ൽ 3 4 ടൈംസ് 1 ബാലൻസ്. 15ൽ 3 5 ടൈംസ്. വീണ്ടും 3 ആയിട്ട് ചെയ്യാം. 4ൽ 3 1 ടൈം 1 ബാലൻസ്. 15ൽ 3 5 ടൈംസ്. ഇനിയും നമുക്ക് 3 ആയിട്ട് ചെയ്യാം. 15ൽ 3 5 ടൈംസ്. 5ൽ 5 1 ടൈം. അപ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങോട്ട് എഴുതാം. നമുക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5. ഇനി എക്സ്പോണൻസ് ഫോമിൽ എഴുതാം. 2 സ്ക്വയർ ഇൻറ്റു 3 റേസ് ടു 3 ഇൻറ്റു 5. ഇനി അടുത്തത് നമുക്ക് 3600 ചെയ്ത് നോക്കാം. ഈവൻ നമ്പറാണ്, 2 ആയിട്ട് തന്നെ ചെയ്യാം. 3ൽ 2 1 ടൈം 1 ബാലൻസ്. 16ൽ 2 8 ടൈംസ്. ഈ 2 സീറോസ് താഴോട്ട് എഴുതാം. വീണ്ടും 2 ആയിട്ട് തന്നെ ചെയ്യാം. 18ൽ 2 9 ടൈംസ്. 2 സീറോസ് ഉണ്ട്. വീണ്ടും നമുക്ക് 2 ആയിട്ട് തന്നെ ചെയ്യാം. 9ൽ 2 4 ടൈംസ് 1 ബാലൻസ്. 10ൽ 2 5 ടൈംസ്. 0 അങ്ങോട്ട് എഴുതാം. വീണ്ടും 2 ആയിട്ട് ചെയ്യാം. 4ൽ 2 2 ടൈംസ്. 5ൽ 2 2 ടൈംസ് 1 ബാലൻസ്. 10ൽ 2 5 ടൈംസ്. ഇനി നമുക്ക് 2 ആയിട്ട് ചെയ്യാൻ പറ്റില്ല, 3 ആയിട്ട് ചെയ്യാം. 22ൽ 3 7 ടൈംസ് 1 ബാലൻസ്. 15ൽ 3 5 ടൈംസ്. ഇനി നമുക്ക് 3 ആയിട്ട് തന്നെ ചെയ്യാം. 7ൽ 3 2 ടൈംസ് 1 ബാലൻസ്. 15ൽ 3 5 ടൈംസ്. ഇനി 5 ആയിട്ട് ചെയ്യാം. 25ൽ 5 5 ടൈംസ്. 5ൽ 5 1 ടൈം. ഇനി നമുക്കത് ഇങ്ങോട്ട് എഴുതാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5. അപ്പോൾ ഇവിടെ 4 2s ഉണ്ട്. നമുക്ക് 2 റേസ് ടു 4 ഇൻറ്റു 3 റേസ് ടു 2 ഇൻറ്റു 5 റേസ് ടു 2 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 10 റേസ് ടു 3 ആണ്. ഇത് നമുക്ക് 2 ഇൻറ്റു 1000 എന്ന് എഴുതാലോ. 10 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10 ഇൻറ്റു 10 ദാറ്റ്സ് ഈക്വൽസ് ടു 1000. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 1000 എന്ന് എഴുതിയാൽ മതിയല്ലോ. 2 ഇൻറ്റു 1000 ദാറ്റ് ഈസ് 2000. പെട്ടെന്ന് സൊല്യൂഷൻ കഴിഞ്ഞു അല്ലേ. ഇനി അതുപോലെ നമുക്ക് ഇതൊന്ന് നോക്കാം. 7 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ. ഇവിടെ നമുക്ക് ലോ ഓഫ് എക്സ്പോണൻസ് യൂസ് ചെയ്യാം. a റേസ് ടു m ഇൻറ്റു b റേസ് ടു m ഈക്വൽസ് ടു ab ഹോൾ റേസ് ടു m എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോ അറിയാത്ത കുട്ടികളാണെങ്കിൽ ഇൻട്രഡക്ഷൻ വീഡിയോ കാണണം, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അതെന്തായാലും കാണണേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇത് ഈ ഫോമിലാണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നത് 7 ആണ്, ബി 2 ആണ്. അപ്പോൾ നമുക്ക് 7 ഇൻറ്റു 2 ചെയ്യാം. 7 ഇൻറ്റു 2 ഹോൾ റേസ് ടു 2 എന്ന് എഴുതാം. 7 ഇൻറ്റു 2 ഈസ് 14. 14 റേസ് ടു 2. 14 ഇൻറ്റു 14 ചെയ്ത് നോക്കാം നമുക്ക്. 4 ഇൻറ്റു 4 ഈസ് 16. 6 ഹിയർ 1 അപ്പ്. 1 ഇൻറ്റു 4 ഈസ് 4. 4 പ്ലസ് 1 ഈസ് 5. 1 into 4 is 4, 1 into 1 is 1. 6, 5 plus 4 is 9, 1. 196. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 റേസ് ടു 3 ഇൻറ്റു 5. ഇവിടെ ബേസും പവറും ഒന്നും സെയിം അല്ല. അപ്പോൾ നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2 ഈസ് 4. 4 ഇൻറ്റു 2 ഈസ് 8. 8 ഇൻറ്റു 5 ഈസ് 40. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് ബേസോ പവറോ ഒന്നും സെയിം അല്ല. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് തന്നെ എഴുതാം. 3 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഈക്വൽസ് ടു 4 ഇൻറ്റു 4 ഈസ് 16. 4 ഇൻറ്റു 4 ഈസ് 16.
16 into 16 ചെയ്ത് നോക്കാം നമുക്ക്. 6 into 6 is 36. 6 here, 3 up. 1 into 6 is 6. 6 plus 3 is 9. 1 into 6 is 6. 1 into 1 is 1. 6. 9 plus 6 is 15. 5 here, 1 up. 1 plus 1 is 2. 250. 6 into 3. 6 3s are 18. 8 here, 1 up. 5 into 3 is 15. 15 plus 1 is 16. 6 here, 1 up. 2 3s are 6. 6 plus 1 is 7. നമ്മുടെ ആൻസർ 768 ആണ്. മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സ്റ്റെപ്പ് ചെയ്തത്. 4 into 4 16 ചെയ്തു, 4 into 4 16 ചെയ്തു. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 768. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് 0 into 10 square. 0 ഏത് നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 തന്നെ കിട്ടുക. അത് നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, 0 എഴുതിയാൽ മതി. ഇനി അടുത്തത് 5 square into 3 raised to 3. ഇവിടെ പവർ ഒന്നും സെയിം അല്ല, ബേസും സെയിം അല്ല. നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി തന്നെ ചെയ്യാം. 5 into 5 into 3 into 3 into 3. 5 into 5 25. 3 into 3 9. 25 into 3 is 75. 75 into 9 ചെയ്ത് നോക്കാം. 5 9s are 45. 5 here, 4 up. 7 9s are 63. 63 plus 7 9s are 63. 63 plus 4 is 67. നമുക്ക് 675 എന്ന ആൻസർ കിട്ടി. ഇനി അടുത്തത് നോക്കാം. 2 raised to 4 into 3 raised to 2. ഇത് നമുക്ക് ലോ ഓഫ് എക്സ്പോണൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതായത് 2 raised to 4 എന്നത് നമുക്ക് 2 into 2 into 2 into 2 എന്ന് എഴുതാം. 2 into 2 എന്ന് വെച്ചാൽ 4 ആണ്. 2 into 2 4 ആണ്. അപ്പോൾ ഇത് നമുക്ക് 4 into 4 എന്നും എഴുതാൻ പറ്റുമല്ലോ. അതായത് 4 square എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് 2 raised to 4 എന്നതിനെ 4 square into 3 raised to 2 അങ്ങനെ തന്നെ എഴുതാം. ഇനി ഇപ്പോൾ രണ്ടിൻ്റെയും പവർ സെയിം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് a raised to m into b raised to m equals to ab whole raised to m എന്ന ലോ യൂസ് ചെയ്യാം. അപ്പോൾ 4 into 3 12. 12 raised to 2 എന്ന് കിട്ടും. 12 raised to 2 എന്ന് പറഞ്ഞാൽ 12 into 12 ആണ്. അത് 144 ആണ്. മനസ്സിലായല്ലോ സോൾവ് ചെയ്തത് എങ്ങനെയാണെന്ന്? ഇത് നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ട് ചെയ്യാനും പറ്റും. ഇതുപോലെ ലോ ഓഫ് എക്സ്പോണൻസ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 3 raised to 2 into 10 raised to 4 ആണല്ലോ. 3 raised to 2 എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 3 into 3 into 10 raised to 4 എന്ന് പറഞ്ഞാൽ 1000 10,000 അല്ലേ? ഇനി ഇത് നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 3 into 3 is 9. പിന്നെ ഈ 4 zeros കൂടെ ഇവിടെ എഴുതി കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമ്മുടെ സൊല്യൂഷൻ കഴിയും. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.